കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുട്ടികൾക്കായി കുട്ടിക്കളിയാട്ടം നാടകക്കളരി സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 18, 19, 20 തീയതികളിൽ കരുനാഗപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായാണ് കുട്ടികൾക്കായി കുട്ടിക്കളിയാട്ടം നാടകക്കളരി സംഘടിപ്പിക്കുന്നത്. കളിക്കാം, ചിരിക്കാം, ചിന്തിക്കാം എന്ന ടാഗ്ലൈനോടെയാണ് നാടകക്കളരി നടത്തുന്നത്. ഏപ്രിൽ 18, 19, 20 തീയതികളിൽ കരുനാഗപ്പള്ളി ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അഹമ്മദ് മുസ്ലിം എന്ന് പറയുന്ന നാടകക്കാരനെ അവസാനത്തെ നാടകമായ ഒരു സങ്കീർത്തനം പോലെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ടൗൺ ക്ലബിൽ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിക്കപ്പെടുകയും പിന്നീട് അതൊരു കച്ചവടമാക്കാൻ കഴിയുമായിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങൾ പോലും ചെയ്യാതെ തിരുവനന്തപുരത്ത് സൂര്യകൃഷ്ണമൂർത്തിയുടെ വേദിയിലും ഒപ്പം തന്നെ ദൂരദർശനിലും അവതരിപ്പിച്ച് അത് അവസാനിപ്പിക്കുകയും ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പത്രക്കാർക്ക് അതറിയാം. അപ്പോൾ ഈ കായിക എന്ന് പറയുന്ന പരിപാടി നടക്കുന്ന സ്ഥലം വേദിയാകുന്നത് സാക്ഷ്യം വഹിക്കുന്നത് CS സുബ്രഹ്മണ്യൻ പോറ്റി എന്ന് പറയുന്ന മഹാനായ നവോത്ഥാന നായകൻ സംഭാവന ചെയ്ത കരുനാഗപ്പള്ളി ബോയ്സ് HSSRന്റെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ വേദി 4 വേദികളിലായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 17-ാം തീയതി വൈകുന്നേരം M. മുകുന്ദൻ, മലയാളത്തിൻ്റെ എഴുത്തുകാരൻ M. മുകുന്ദൻ തിരിതെളിക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടത്തും. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിവിധ സെഷനുകളിൽ മന്ത്രിമാരായ P. രാജീവ്, KN ബാലഗോപാൽ, രമേശ് ചെന്നിത്തല MLA, KC വേണുഗോപാൽ MP, CP ജോൺ, MA ബേബി, സക്രിയ, മധു നായർ, ജയരാജ് വാര്യർ, ഷിബു ചക്രവർത്തി, ശാരദക്കുട്ടി, വിജയരാഘവൻ തുടങ്ങി മലയാളത്തിലെ സാഹിത്യ, ചലച്ചിത്ര, നാടകരംഗത്തും ഗാനരംഗത്തും യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ സാഹിത്യ, ചലച്ചിത്ര, നാടകരംഗത്തുള്ള പ്രമുഖർ പങ്കെടുക്കും. സാഹിത്യവും എഴുത്തും വായനയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ പ്രചോദനമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു പ്രേരക ശക്തിയാകുവാൻ കരുനാഗപ്പള്ളിക്ക് കഴിയത്തക്ക രീതിയിൽ ഒരു സാഹിത്യ ഉത്സവം സംഘടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.